ബ്രഹ്മപുരം മാലിന്യ പ്രശ്നം ഒരു വർഷത്തിനകം പരിഹരിക്കുമെന്ന് കൊച്ചി നഗരസഭാ മേയർ ടോണി ചമ്മിണിയുടെ ഉറപ്പ്. പുതിയ പ്ലാന്റ് നിർമ്മിക്കുന്നതിലൂടെ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകൂ എന്നും മേയർ വ്യക്തമാക്കി. അതേസമയം പ്ലാന്റ് നിർമ്മാണ സമയത്ത് ഉയർന്ന അഴിമതി ആരോപണങ്ങളെപ്പറ്റി അന്വേഷണം വേണോ എന്ന കാര്യത്തിൽ മേയർ വ്യക്തമായ മറുപടി പറഞ്ഞില്ല. ഒരു ഭരണമാറ്റം കൊണ്ട് മാത്രം തീരാവുന്ന പ്രശ്നങ്ങളല്ല ബ്രഹ്മപുരത്തെന്ന് പറഞ്ഞ മേയർ ഇക്കാര്യത്തിൽ ഇനി കൂടുതൽ ഗൗരവത്തോടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നും അറിയിച്ചു. ഒരു വർഷത്തിനുള്ളിൽ അവിടെ ഒരു പുതിയ പ്ലാന്റ് സ്ഥാപിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതിനൊട്ടും താമസം ഇനി വരുത്തുന്നതല്ല. പുതിയ പ്ലാന്റ് നിർമ്മിക്കുന്നതിലൂടെ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം കാണാനാകൂ. ഇതിന് പ്രദേശത്തെ ജനങ്ങൾ എതിരാകുമെന്ന് കരുതുന്നില്ല. പുതിയ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയാകും വരെ ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കും. അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മാലിന്യ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചതായും മേയർ അവകാശപ്പെട്ടു. ആളുകൾക്ക് അവിടെ ഖരമാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്ന് മാത്രമുള്ളൂ. ആ പരിഹരിക്കാൻ പുതിയ പ്ലാന്റാണ് യുക്തമെങ്കിൽ ആരും എതിർക്ക്, പഞ്ചായത്ത് പോലും അക്കാര്യത്തിൽ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. ആ പ്രശ്നം അവിടെ പരിഹരിക്കണം. പുതിയ പ്ലാന്റിനായുള്ള നടപടികൾ വൈകുന്നതിന്റെ കാരണവും മേയർ പറയുന്നു. ഒരു 10-18 കോടി രൂപ മുടക്കി 3 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചു. അത് നാമവിശേഷമായി ഏതാണ്ട് അത്രയും തന്നെ രൂപ. ഇതെല്ലാം ഒരു പബ്ലിക് മണി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു വിഷയമാണ്. പ്ലാന്റ് നിർമ്മാണത്തിലെ അഴിമതികളെപ്പറ്റി വിജിലൻസ് അന്വേഷണം വേണമെന്ന UDFന്റെ മുൻനിലപാടിൽ മാറ്റമുണ്ടോ എന്ന ചോദ്യത്തിന് മേയറുടെ മറുപടി ഇങ്ങനെ: വേണമോ വേണ്ടോ എന്നൊന്നും തീരുമാനിച്ചിട്ട് ഏതായാലും അത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ നിലയിൽ ഒരു ചർച്ച വന്നാൽ വ്യക്തമായ മറുപടി ഞാൻ ആ സമയത്ത് പറയുന്നത്. മനോരമ ന്യൂസ്, കൊച്ചി.